ഹ്യുനുവോ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോഴത്തേക്കും നിനക്ക് മാത്രമല്ല ഹെയിന്റെ അസുഖത്തെക്കുറിച്ചൊക്കെ അറിയിക്കുകയുള്ളൂ. അങ്ങനെയിരിക്കെ അവളെ നീ ജർമ്മനിയിലേക്ക് തനിച്ചയച്ചു തൊട്ടത് തന്നെ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഹ്യുനുവിന്റെ അടുത്ത് ബ്യോം ചെയ്യും ദേഷ്യപ്പെടുന്നു. ഹെയിന് വിമാനത്തിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹ്യുനുവോ കോൾ ചെയ്തിട്ടൊന്നും തന്നെ കോളും പോകുന്നുണ്ടായിരുന്നില്ല. ഹ്യുനുവോ ഫ്രണ്ടിനെ കാണുവാനായിട്ട് പോകുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ വളരെ നല്ലതായതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെയും കൂടി കൂട്ടിക്കൊണ്ട് ഒരു പാർട്ടിയൊക്കെ വയ്ക്കാമെന്നായിരുന്നു ഫ്രണ്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സകല ഫ്രണ്ട്സിനെയും കോളും ചെയ്യുന്നു. ഹ്യുൻവുവും പാർട്ടിക്ക് പോകുവാനായിട്ട് വളരെ എക്സൈറ്റഡ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ ഇപ്പോഴും ജർമ്മനിയിലെ കാലാവസ്ഥയൊക്കെ നോക്കിയിരിക്കുകയാണ്. നിന്നോട് ഞാൻ വൈഫിനെ സ്നേഹിക്കുന്നത് പോലെയൊക്കെ അഭിനയിക്കുവാനായിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ നീ ശരിക്കും അവളെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒന്നുമില്ല എന്ന മറുപടിയൊക്കെ ഹ്യുൻവുവും നൽകുന്നു. ഹോസ്പിറ്റലിൽ എത്തുന്ന ഹെയ്നും അവിടെ വെച്ച് പല രീതിയിലുള്ള ടെസ്റ്റുകളും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ഹ്യുൻവുവും ഒരു വീഡിയോ ഒക്കെ കാണിക്കുകയാണ്. ഇത് നമ്മുടെ ഡ്രാമയ്ക്ക് തുടങ്ങിയ സമയത്ത് കാണിച്ച വീഡിയോയാണ്. എന്തൊക്കെയാണ് അവളുടെ ആഗ്രഹങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവളും അവളുടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിനെ കുറിച്ച് തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ അതൊന്നുമല്ലാതെ മറ്റൊരു ആഗ്രഹമൊക്കെ പറയുവാനായിട്ട് ഇന്റർവ്യൂവർ ചോദിക്കുമ്പോഴത്തേക്കും ഞാനും എന്റെ ഹസ്ബൻഡും കൂടി ചേർന്നിട്ട് ആദ്യമായിട്ടും അവസാനമായിട്ടും ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ഹണിമൂണിന് വേണ്ടി മാത്രമാണ്. അതല്ലാതെ ഞങ്ങൾ ഒരിടത്തും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് ചായ കുടിക്കുകയും ഒന്നിച്ച് ഫുഡൊക്കെ കഴിക്കുകയും ഒന്നിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യണമെന്നാണ് തന്റെ ഏറ്റവും വലിയ സ്വപ്നമെന്നൊക്കെ ഹൈൻ പറയുന്നതും ഹ്യുൻവു ഇപ്പോൾ കാണുകയാണ്. അങ്ങനെ ഹ്യുൻവുവും ഓടി ജർമ്മനിയിലേക്കൊക്കെ എത്തുന്നു. ഡോക്ടറും അവൾക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആകട്ടെ അവളുടെ കണ്ടീഷനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് അവൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ പ്ലാൻ ചെയ്ത രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഒന്നും ഇപ്പോൾ നടക്കുകയില്ല. അതായത് ഹെയിന്റെ ശരീരത്തിൽ നിന്നും ഇമ്മ്യൂൺ സെൽസ് ഒക്കെ കളക്ട് ചെയ്യുക എന്നതായിരുന്നല്ലോ ഇവരുടെ ദൗത്യം. പക്ഷെ അങ്ങനെ കളക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരു സ്റ്റേജിലല്ല അവളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയമൊക്കെ ആവശ്യമായിട്ടുണ്ടെന്നും കുറച്ച് നാൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ നോക്കാമെന്നുമാണ് ഡോക്ടർ പറയുന്നത്. പക്ഷെ ഹെയിന്റെ കയ്യിൽ ഇല്ലാത്തതും സമയം തന്നെയാണ്. അങ്ങനെ ഇരിക്കെ ഹെയിനും തിരിച്ചു പോകുവാനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് തിരിച്ചു പോകുവാനായിട്ട് തോന്നുന്നില്ല. പണ്ട് ഹെയ്നും ഹിനുവും കൂടി ചേർന്നിട്ട് ഹണിമൂണിനൊക്കെ പോയ സ്ഥലമുണ്ടല്ലോ, ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഹെയ്നുള്ളത്. ഹെയ്നും ഇപ്പോഴുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ട് ആകെ കാലിന് വേദനയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഹ്യുനുവിന്റെ ശബ്ദമൊക്കെ അവൾ കേൾക്കുന്നു. പിന്നീട് നോക്കി കഴിയുമ്പോഴത്തേക്കും അവിടെ ഹ്യുനു എത്തിയിട്ടുമുണ്ടായിരുന്നു. കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് ഒക്കെ ഇടുവാനായിട്ട് ഞാൻ എപ്പോഴും നിന്നോട് പറയുന്നതല്ലേ എന്ന് ചോദിച്ച് എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഷൂസ് ഒക്കെ എടുത്തിട്ട് അവനും ഇപ്പോൾ അവൾക്ക് ഇട്ടുകൊടുക്കുകയാണ്. അവളുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നെങ്കിലും അവളെ കാണാതായത് കൊണ്ട് തന്നെ ആദ്യം ഹിനു ഹോസ്പിറ്റലിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവളും ഇവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ അവനും ഊഹിച്ചു. അങ്ങനെ ആയിരുന്നു ഹെയ്നെ അന്വേഷിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നെന്നൊക്കെ അവനും അറിയിക്കുന്നു. നീ എന്റെ അടുത്ത് ഒരുപാട് കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഹെയ്ന്റെ അടുത്ത് ഹിനു അറിയിക്കുകയാണ്. നീയല്ലേ എന്നോട് എന്നെ ഒരിക്കലും നീ കരയിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ നമ്മുടെ വിവാഹത്തിന് ശേഷം ഞാൻ ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട്. ഡ്രൈവ് ചെയ്യുന്ന സമയത്തും കാറ് വാഷ് ചെയ്യുന്ന സമയത്തും എല്ലാം തന്നെ ഞാൻ കരയുമായിരുന്നു. മാത്രല്ല ഉറങ്ങുന്നതിന് മുമ്പും ഞാൻ കരയും. അതുകൊണ്ട് തന്നെയാണ് നിന്റെ ഒപ്പം കിടക്കാതിരുന്നിട്ടുണ്ടായിരുന്നതും എന്നൊക്കെ അവനും അറിയിക്കുന്നു. പണ്ടത്തേതുപോലെ അല്ല ഇപ്പോൾ. നമ്മളിപ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള നിമിഷങ്ങളിൽ നമ്മൾ ഒന്നിച്ചിരിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ഹ്യുനുവ അറിയിക്കുകയാണ്. എനിക്ക് ഒറ്റയ്ക്കിരിക്കുവാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമില്ല. നിനക്ക് നേരത്തെ ഇതൊക്കെ പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഹെയ്നും കരയുകയാണ്. ഇപ്പോൾ രണ്ടുപേരും ഒരുപോലെ കരയുന്നത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ നിന്റെ ഒപ്പം വീട്ടിൽ പോക്കൊക്കെ മാത്രമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവളും കരഞ്ഞുകൊണ്ട് അവനെ ഹഗ് ചെയ്യുന്നു. പിന്നീട് അവർ കിസ്സും ചെയ്ത് ആ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡിന് അവസാനം ഹെയ്നും ഹിനുവും കൂടെ ഒന്നിച്ച് ഹിനുവോയുടെ വീട്ടിൽ നിന്നും മടങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്ത് കാറിൽ വെച്ച് ഹ്യുനുവും നേരത്തെ ഹെയ്ൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. അതായത് അവളുടെ കയ്യിൽ ഇനി അധികം കാലം ജീവിക്കുകയില്ല എന്ന രീതിയിലാണ് വരയൊക്കെ ഉള്ളതെന്ന്. അവനും സ്വന്തം കയ്യിലെ രേഖയൊക്കെ നോക്കിയതിനു ശേഷം അവളുടെ കയ്യിൽ ചെറുതാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന പേന വെച്ച് അവളുടെ കയ്യിലെ രേഖയും നീട്ടി വരയ്ക്കുകയാണ്. അങ്ങനെ ആ ഒരു ലെങ്തൊക്കെ ഒരുപാട് കൂട്ടുന്നു. പിന്നീട് അവൾ ഉറങ്ങുന്നത് നോക്കി ചിരിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഇതിന്റെ 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളൊക്കെ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് ഹിൻബുവും ഒരു കടയിൽ കൊണ്ടുപോയി മെമ്മറി കാർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അയാളും ഇപ്പോൾ ദൃശ്യങ്ങളൊക്കെ വീണ്ടെടുത്തിരിക്കുകയാണ്. നെറ്റിന്റെ അടുത്തായിട്ടൊക്കെ ഫുഡ് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടായിരുന്നത് സുചോളുടെ വൈഫായിട്ടുള്ള ഡാഹി ആയിരുന്നു. വീട്ടിൽ ഒരു ജോലിക്കാരുമില്ല. ക്യാമറകളെല്ലാം തന്നെ ഓഫാണ്. അതുകൊണ്ട് തന്നെ ഡാഹയും ഇപ്പോൾ ഊണിസിങ്ങിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നു. നിലവിൽ ഹെയ്നും ഹിൻവുവും ഇല്ലാത്തത് കൊണ്ട് തന്നെ
ഉൺസിങ്ങിനെയും കൂട്ടിക്കൊണ്ട് ഡാഹയും ഇപ്പോൾ ഹ്യുനുവിന്റെ റൂമിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ഉൺസിങ്ങും അവരുടെ ആൽബമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവരൊരിക്കൽ പോലും ഒത്തുപോകാത്തത് അവർ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കാതെ പോയത് കൊണ്ടാണെന്നൊക്കെയാണ് ഡാഹയും പറയുന്നത്. ജർമ്മനിയിലെത്തിയ ഹിനുവും ഹെയ്നെ അന്വേഷിച്ച് ഷോടിയൊക്കെ നടക്കുമ്പോഴത്തേക്കും ചെരുപ്പൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഹെയ്നെ അവൻ കാണുന്നു. ഹ്യുനുവിന്റെ റൂമിൽ നിന്നും എന്തെങ്കിലും തെളിവൊക്കെ കിട്ടിയിട്ട് ഹ്യുനുവിനെ വീട്ടിൽ നിന്നും പുറത്താക്കുവാനായിട്ടായിരുന്നു യഥാർത്ഥത്തിൽ ഉൺസിങ് അവിടെ എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ഗ്രേസ്കോ കഴിഞ്ഞ 3 വർഷമായിട്ട് അവനെ ഫോളോ ചെയ്ത് നടക്കുകയാണ്. ഇതുവരെയായിട്ടും ഒരു തുമ്പ് പോലും അവൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിനക്കുമൊന്നും കിട്ടുവാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഹയ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന അവന്റെ ലോക്കറൊക്കെ ഉൺസിങ്ങും ശ്രദ്ധിക്കുന്നു. ഗ്രേസ്കോ പറഞ്ഞതുകൊണ്ട് തന്നെ സെക്രട്ടറി കിമും ഇപ്പോൾ സെക്രട്ടറി നയനെ കോൾ ചെയ്ത് നോക്കിയിരിക്കുകയാണ്. ഹ്യുനുവും ഹെയ്നും കൂടി എവിടേക്കാണ് പോയതെന്നൊക്കെയാണ് നായുടെ അടുത്ത് കിം ചോദിക്കുന്നതും. എങ്കിൽ പോലും കുറെ കാലം കൂടിയിട്ടാണ് തനിക്കൊരു ലീവ് കിട്ടിയതെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിൽ സുഖമായിട്ടിരിക്കുകയാണെന്നും പറഞ്ഞിട്ട് അവളും കോള് കട്ട് ചെയ്യുന്നു. എന്തെങ്കിലും മിറാക്കിളൊക്കെ സംഭവിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് വരാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു മാർഗം എന്റെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ നിന്റെ ഒപ്പം വീട്ടിലേക്ക് തിരികെ പോകുവാനായിട്ടാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹെയ്നും ഹ്യുനുവിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അവരും എല്ലാം മറന്ന് കിസ് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ആ പാലസിലുള്ള ഒരാളാകട്ടെ അവരോട് വീട്ടിലേക്ക് പോകുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നു. ലോക്കറൊക്കെ നോക്കിക്കൊണ്ട് ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഉറപ്പായിട്ടും എന്തെങ്കിലും രഹസ്യവും അതിനുള്ളിൽ ഉണ്ടായിരിക്കുമെന്നൊക്കെ ഉൺസിങ്ങും പറയുകയാണ്. ഹെയ്ന് കപ്പ് നൂഡിൽസ് ഒക്കെ കഴിക്കുവാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഹിനുവും അത് അവൾക്ക് വേണ്ടി ഉണ്ടാക്കി നൽകുന്നു. അങ്ങനെ ഇരിക്കെ അത് റെഡിയാകുവാനായിട്ട് ഒരു 3 മിനിറ്റ് സമയമൊക്കെ വേണം. അവളും ആ ഒരു സമയത്ത് തന്റെ ആഗ്രഹമെന്ന രീതിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഹിനുവിനോട് പറയുന്നു. മരിച്ചതിന് ശേഷം സാധാരണ നടത്തുന്ന രീതിയിലുള്ള ഒരു ചടങ്ങുകളും നടത്തുന്നത് ഹെയ്ന് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും തന്നെ നടത്തേണ്ടതായിട്ടുമില്ല. പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ നൽകണമെന്നുണ്ടെങ്കിൽ കുറച്ച് വൈൻ മാത്രം ഏതെങ്കിലും ഒരു ടേബിളിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. അതിന്റെ കൂടെ ഹെർസാനയുടെ കുറച്ച് ബാഗും കൂടി ഇരുന്നാലും നല്ലതാണെന്നൊക്കെയാണ് ഹെയ്ൻ പറയുന്നത്. എന്നെ ഇഷ്ടമില്ലാത്ത പലരും ആ ഒരു ചടങ്ങിലൊക്കെ വരുന്നതാണ്. അവരും എന്നെ കുറിച്ച് എന്തെങ്കിലും കുറ്റമൊക്കെ പറയുന്നത് നീ കേൾക്കുകയാണെങ്കിൽ നീയും അവർക്കെതിരായിട്ട് കേസൊക്കെ കൊടുക്കണം. ആദ്യം ഹിരുമോനോട് വേറെ ആരും കരയാനില്ലാത്തത് കൊണ്ട് തന്നെ നീ കരയണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് നീ അധികം കരയാതിരിക്കുന്നതാണ് എനിക്ക് താല്പര്യം എന്ന് വെച്ച് ഒട്ടും കരയാതെയും ഇരിക്കരുത്. ജീവിതകാലം മുഴുവൻ നീ എന്നെ ഓർത്ത് ജീവിക്കുകയാണെങ്കിൽ എനിക്കത് സഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ അതുപോലെ തന്നെയാണ് പെട്ടെന്ന് എന്നെ മറന്നിട്ട് നീ മറ്റൊരു ജീവിതമൊക്കെ നയിക്കുകയാണെങ്കിലും. അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറയുവാനായിട്ട് കഴിയുന്നില്ല എന്നൊക്കെ അവളും പറയുന്നു. നമ്മുടെ വിവാഹത്തിനൊന്നും സമ്മതിക്കുകയില്ല എന്നായിരുന്നു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മയുടെ സമ്മതമൊക്കെ വാങ്ങുവാനായിട്ട് അമ്മ പറഞ്ഞത് പ്രകാരം നിനക്ക് ഒരു സ്വത്തുക്കളും വരികയില്ല എന്ന രീതിയിൽ ഞാനും ഒരു വിൽപത്രമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് ആ ഒരു വിൽപത്രമൊക്കെ തിരുത്തേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നമ്മുടെ വിവാഹമൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ച് മാത്രമായിരുന്നു ഞാനും ആ ഒരു വിൽപത്രമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാനത് തിരുത്തുവാനായിട്ട് പോകുകയാണെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും തിരുത്താം. പക്ഷെ ഇപ്പോഴല്ല. നിന്റെ അസുഖം എല്ലാം തന്നെ മാറിയതിന് ശേഷം നമുക്ക് പിന്നീട് അതൊക്കെ തിരുത്താവുന്നതാണെന്ന് അവനും അറിയിക്കുന്നു. ഹ്യുൻവു മെമ്മറി കാർഡൊക്കെ കൊടുത്ത കടയുടെ ബിസിനസ് കാർഡൊക്കെ ഉൾസിൻ കാണുകയും അതിന്റെ ഫോട്ടോ ഒക്കെ എടുക്കുകയും ചെയ്യുന്നു. ഹെയ്ന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിരിക്കുകയാണ് ഡാഹയും. നമ്മളും പണക്കാരായിരുന്നെങ്കിൽ നമുക്കും ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇടുവാനായിട്ട് സാധിക്കുമായിരുന്നല്ലോ എന്ന് അവളും പറയുന്നു. പിന്നീട് സൂചോളിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും അവനേക്കാളും മണ്ടനായിട്ടുള്ള ഒരാളെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്ന് കൂടി ഡാഹി പറയുന്നുണ്ട്. ഡാഹയിനെ ആദ്യമായിട്ട് കണ്ട സമയത്ത് സൂചോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സൂചോളിന് തന്നെക്കാളും പ്രായം കൂടിയ ഗേൾസിനെ ഇഷ്ടമില്ല എന്നതായിരുന്നു. അതിന് കാരണമായിട്ട് സൂചോൾ കുട്ടിയായിരിക്കുന്ന സമയം മുതലേ സൂചോളിനെ ചേച്ചിയായിട്ടുള്ള ഹെയ്ൻ ഉപദ്രവിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉപദ്രവിച്ച് അവനും ഒരു ട്രോമയിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണൊക്കെ അവന്റെ നേർക്ക് വരികയാണെങ്കിൽ അവന് പെട്ടെന്ന് തന്നെ ഒരു പേടിയൊക്കെ തോന്നുന്നതായിരിക്കും. അതിന് അവരുടെ പ്രായം എത്രയാണെന്ന് അറിയുക പോലും വേണ്ട. അവര് പ്രായം പറയാതെ തന്നെ അവനും അവനേക്കാളും മൂത്തതാണോ അല്ലയോ എന്നൊക്കെ അവരെ കാണുമ്പോഴേ മനസ്സിലാകുമെന്നാണ് അവനും ഈ പറയുന്നത്. ഡാഹയും സ്വന്തം പ്രായമൊക്കെ മറച്ചു വെച്ചിട്ടായിരുന്നു അവനെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ സൂചോളിനേക്കാളും 5 വയസ്സ് മൂത്തതായിരുന്നു ഡാഹയും. അമ്മയും ഇപ്പോൾ ഒരു ആയുർവേദ ചെടിയൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. സൂചോളിന്റെ ആരോഗ്യമൊക്കെ വളരെ വീക്ക് ആയതുകൊണ്ട് തന്നെ അവന് വേണ്ടിയാണ് അമ്മ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. സൂചോളിനെക്കാളും ഇതിപ്പോൾ ആവശ്യമായിട്ടുള്ളത് ഹെയ്നാണ്. അതുകൊണ്ട് തന്നെ ഇത് മേടിച്ചതിന്റെ ഇരട്ടി തുകയൊക്കെ തരുവാനായിട്ട് ഞാനും തയ്യാറാണ്. ഇതെനിക്ക് നൽകാമോ എന്നൊക്കെ ആന്റിയും അമ്മയോട് ചോദിക്കുന്നുണ്ട്.
ഹേന് സാധാരണ ഒരു അസുഖം പോലും വരാത്തതാണ്. അതുകൊണ്ട് തന്നെ സൂചോളിനാണ് ഇത് ശരിക്കും ആവശ്യമായിട്ടുള്ളത്. പിന്നെ എന്റെ മക്കളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് അമ്മ നിൽക്കുമ്പോഴത്തേക്കും സൂചോളിനോട് കൂടി ആന്റി അത് നൽകാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ സൂചോളും അത് കൊടുക്കാനായിട്ട് തയ്യാറാക്കാതെ വരുമ്പോഴത്തേക്കും ആന്റി ആകെ ദേഷ്യപ്പെട്ടു പോകുന്നു. ആന്റി അച്ഛന്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും അച്ഛനും അവിടെ ഉണ്ടായിരുന്ന ഓരോ ഒച്ചിന്റെയൊക്കെ പുറത്തെ തോട് പൊട്ടി പോയത് കൊണ്ട് തന്നെ അത് നന്നാക്കുവാനായിട്ടുള്ള രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഒച്ചിന് നൽകുകയായിരുന്നു. ഈ ഒച്ച അധികം വൈകാതെ മരണപ്പെട്ടു പോകുന്നതായിരിക്കുമെന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കും വ്യോമജയും ആകെ കരയുന്നു. വ്യോമജയുടെ കരച്ചില് കാണുമ്പോഴത്തേക്കും ഈ ഒരു വീട്ടില് ഈ ഒച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് എല്ലാവർക്കും സാധാപമുള്ളത് നിന്റെ അടുത്താന്നൊക്കെ അച്ഛനും ആന്റിയോട് പറയുന്നുണ്ട്. പക്ഷെ ആന്റിക്ക് ഹെയിന്റെ കാര്യം ഓർത്തിട്ടായിരുന്നു വിഷമം. പക്ഷെ അത് ആരോടും പറയുവാനും സാധിക്കാത്തത് കൊണ്ട് തന്നെ ആന്റിയും അവിടെ ഇരുന്ന് കരയുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.